ഗുഡ് മോർണിംഗ്. അവർ പോകാൻ തുടങ്ങി കേട്ടോ. ഇന്നലെ രാത്രി നന്നായിട്ട് ഉറങ്ങി. നല്ല മഴയുണ്ട് കേട്ടോ. നല്ല മഴയുണ്ടെന്ന് വെച്ചാൽ നല്ല മഴയുണ്ട്. കുറേ ദിവസത്തിന് ശേഷം അടിപൊളിയായിട്ട് ഉറങ്ങി. ഞാൻ ഉറക്കത്തുള്ളത് കേട്ടോ. ഉറക്കത്തെ എഴുന്നേപ്പിച്ചിട്ട് എന്നോട് വണ്ടി എടുക്കുമെന്ന് പറഞ്ഞു. എനിക്ക് പാസും കാര്യങ്ങളൊന്നും കിട്ടിയില്ല. ഇപ്പോഴേ പോയിട്ട് അവിടെ വെക്കാന്ന്, ഇല്ലെങ്കിൽ തിരക്കാവുന്നു. ഞാനിപ്പം ഇങ്ങനെ നിങ്ങളുടെ മുന്നിൽ വരാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ ഒരു മിസ്റ്റേക്ക് കാരണം ഇതിന് ശേഷമുള്ള കുറേ വീഡിയോസ് ഡിലീറ്റ് ആയിപ്പോയി. അതായത് അവിടുന്ന് വിട്ടിട്ട് ഞാൻ ചെന്നൈ പോർട്ടിലേക്ക് എത്തണ വരെയുള്ള കുറച്ച് കാര്യങ്ങൾ, റോഡും എങ്ങനെയാണ് ചെന്നൈ പോർട്ടിലേക്ക് എത്തേണ്ടതും, വഴി തെറ്റിയിട്ട് ഒരു ചെറിയ റോഡിലേക്ക് കയറി പോണതും, അവിടെ നിന്ന് 200 മീറ്റർ റിവേഴ്സ് അടിച്ചിട്ട് പുറത്തേക്ക് വരുന്നതും, അതിൻ്റെ ഇടയിൽ പോലീസ് പിടിക്കുന്നതും, പോലീസിന് കിമ്പളം കൊടുത്തിട്ട് ഒഴിവായി പോണതും, എങ്ങനെയൊക്കെ നമുക്ക് പോർട്ടിലേക്ക് ഈസി ആയിട്ട് പെട്ടെന്ന് കയറാമെന്നുള്ളതും. ഒരുപാട് ക്യൂ നിന്നിട്ട് കയറണം കേട്ടോ. അതായത് അവിടെ 1-2 ദിവസമൊക്കെ വന്നിട്ട് ക്യൂ നിന്നിട്ട് കയറുന്ന വണ്ടികളുണ്ട്. അല്ലാണ്ട് എങ്ങനെ കയറാമെന്നുള്ളതും ഒക്കെ ഉള്ള ഒരു വീഡിയോ ആയിരുന്നു. ഇനിയിപ്പോൾ നെക്സ്റ്റ് ടൈം എന്തായാലും ഞാൻ മേ ബി പെട്ടെന്ന് തന്നെ പോർട്ടിലേക്ക് പോകുമായിരിക്കും. ആ സമയത്ത് ഞാൻ അതിനെക്കുറിച്ചുള്ള വീഡിയോസൊക്കെ ഇടാം. ഞാൻ ഏകദേശം 3:45 ആകുമ്പോഴാണ് ചെന്നൈ പോർട്ടിൻ്റെ ഉള്ളിലേക്ക് എൻ്റർ ആയതിനു ശേഷമുള്ള കുറച്ച് വീഡിയോസും ഡിലീറ്റ് ആയി പോയി. അതിനുശേഷം എൻ്റർ ആയതിനു ശേഷം എനിക്ക് കുറച്ച് ഹെൽത്ത് ഇഷ്യൂസൊക്കെ ഉണ്ടായിരുന്നു. അവിടുത്തെ സ്മെല്ല് കൊണ്ടാണോ, അവിടുന്ന് കഴിച്ച ഫുഡിൻ്റെ പ്രശ്നമാണോ എന്നറിയില്ല. വോമിറ്റിങ് വന്നു, തല കറങ്ങി, അങ്ങനെ കുറച്ച് ബോഡിയൊക്കെ വളരെ വീക്കായിപ്പോയി. അങ്ങനെ കുറച്ച് ഇഷ്യൂസൊക്കെ ഫേസ് ചെയ്തായിരുന്നു. അതിനുശേഷം അതിൻ്റെ ഉള്ളിലെന്ന് പറയുന്നത് പുറത്ത് മുതൽ ഒരു കിലോമീറ്റേഴ്സ് ആൻഡ് കിലോമീറ്റേഴ്സ് നമ്മൾ ക്യൂ നിന്നിട്ടാണ് അകത്ത് കയറുക. അകത്ത് കയറി കഴിഞ്ഞാൽ ക്യൂ നീങ്ങത്തില്ല. നമ്മൾ 10 മീറ്ററൊക്കെ മൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു അരമണിക്കൂർ 3/4 മണിക്കൂർ വെയിറ്റ് ചെയ്ത് അങ്ങനെയായിരുന്നു അതിൻ്റെ ഉള്ളിലേക്ക് കയറിക്കൊണ്ടിരുന്നത്. ഒരുപാട് ബിറ്റർ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞൊരു ഇതായിരുന്നു ചെന്നൈ പോർട്ട് എന്ന് പറയുന്നത്. അത് നിങ്ങൾക്ക് ഇപ്പം ഈ വീഡിയോയിൽ കണ്ടു കഴിഞ്ഞാൽ, ഈ എപ്പിസോഡിൽ കണ്ടു കഴിഞ്ഞാൽ മേ ബി നിങ്ങൾക്ക് മനസ്സിലാവില്ല. അതിന് ശേഷമുള്ള വീഡിയോസ് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. എന്തായാലും പോയത് പോയി, അതിനെക്കുറിച്ച് പറഞ്ഞിട്ട് കാര്യമില്ല. എൻ്റെ കയ്യിലുള്ള വീഡിയോസ് വെച്ചിട്ട് ഞാൻ എഡിറ്റ് ചെയ്തിട്ട് ഒരു എപ്പിസോഡാക്കിയിട്ടുണ്ട്. ഒന്ന് കണ്ടു നോക്കുക. സമയം ഇപ്പോൾ 7:30 ഇപ്പം എനിക്ക് കുറവുണ്ട് കേട്ടോ. ഞാൻ പുറത്തിറങ്ങി കുറച്ച് സമയം കാറ്റും ഉണ്ട്. തലയിൽ കൂടി കുറച്ച് വെള്ളമൊക്കെ എടുത്ത് ഒഴിച്ചു. വെള്ളം നന്നായിട്ട് കുടിച്ചു. എനിക്ക് തോന്നണം ഇവിടുത്തെ സ്മെല്ലൊക്കെ കൊണ്ട് എനിക്ക് പെട്ടെന്ന് എന്തൊക്കെയോ ഫീലായതാണെന്ന് തോന്നുന്നു. ഇപ്പം ഞാൻ ഓൾമോസ്റ്റ് ഓക്കെയാണ്. വണ്ടി കുറേ മുന്നോട്ട് വന്നു. കുറേ മീൻസ് ഒരു 100-200 മീറ്ററോളം ഉള്ളോട്ട് വന്ന് കാണും. ഞാനിപ്പം ക്രെയിനൊക്കെ കണ്ടു തുടങ്ങിയിട്ടുണ്ട്. കണ്ടെയ്നർ എടുത്തു വെക്കുന്ന ക്രെയിനൊക്കെ കാണാൻ തുടങ്ങിയിട്ടുണ്ട്. വേറെ തന്നെ ഒരു എക്സ്പീരിയൻസ് ആണ്, വേറെ തന്നെ ഒരു ലോകമാണ് ഇതിൻ്റെ ഉള്ളിൽ. ഈ ക്യൂ നിൽക്കലാണ് സഹിക്കാൻ പറ്റാത്ത. ആൾക്കാർ ഇങ്ങനെ ഓരോന്നിൻ്റെ മുന്നിൽ ക്യൂ നിൽക്കുന്ന പോലെ ഇങ്ങനെ നിരയായിട്ട് ലോറികൾ, ട്രെയിലറും കണ്ടെയ്നേഴ്സും ഒക്കെ ഇങ്ങനെ നിരയായിട്ട് നിൽക്കുകയാണ്. എവിടെയാണ് എനിക്ക് ലോഡ് ചെയ്യേണ്ട സ്ഥലം എവിടെയാണെന്ന് എനിക്കറിയില്ല. എപ്പോഴാണ് ലോഡാകുക എന്നറിയില്ല. എവിടത്തേക്കാണ് ലോഡാകുക എന്നറിയില്ല. ഒരു അഡ്വാൻസ് പേയ്മെൻറ്റ് 3000 രൂപ വന്നിട്ടുണ്ട്. അപ്പോൾ 3000 മാത്രമേ അഡ്വാൻസ് തന്നിട്ടുള്ളൂ. അപ്പോൾ ലോക്കൽ എന്തെങ്കിലും ആയിരിക്കും, അധികം ദൂരമൊന്നും ഉണ്ടാവില്ല എന്ന് തോന്നുന്നു. ഞാനിപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഞാൻ വേർത്ത് കുളിച്ചിരിക്കുക കേട്ടോ. ഫുള്ള് ബ്ലോക്കാക്കി. ഞാൻ കംപ്ലീറ്റ് ബ്ലോക്ക്. ഒരു 10-50 വണ്ടി എൻ്റെ പിറകിൽ. ഞാനിവിടുന്ന് ഇപ്പോൾ അവർ യു ടേൺ അടിക്കുന്നുണ്ടോ, അതേപോലെ ഞാൻ യു ടേൺ അടിക്കാൻ നോക്കിയതാണ്. ഇവിടുന്ന് യു ടേൺ അടിച്ചിട്ട് ആ ഗ്യാപ്പിലേക്ക് കൂടി കയറും. ആ വണ്ടി കയറി പോകുന്ന റൂട്ടിലേക്ക് കൂടി പോകണമെന്ന് പറഞ്ഞു. എന്നിട്ട് യു ടേൺ അടിക്കാൻ നോക്കിയത് അവിടുന്ന് ഫുള്ള് കുടുങ്ങി. ഇതൊരു വേറെ തന്നെ എക്സ്പീരിയൻസ് ആണല്ലോ. അടിപൊളി നൈസാണല്ലോ. അവിടെ ഒരു കപ്പലൊക്കെ ഉണ്ട് കേട്ടോ. ഇതിൻ്റെ അകത്ത് എത്രത്തോളം നൈസായിട്ട് കിട്ടുന്നുണ്ടെന്ന് എനിക്കറിയില്ല. പക്ഷേ ഈ വ്യൂ ഒരു രക്ഷയില്ലാത്ത വ്യൂ ആട്ടോ. ഇവിടെ കുറേ
കുറേ വണ്ടി എക്സ്പോർട്ട് ചെയ്യാൻ വെച്ചേക്കുന്നുണ്ട് കേട്ടോ. ഹ്യുണ്ടായിൻ്റെ ആണ്. എല്ലാം ലെഫ്റ്റ് ഹാൻഡ് ഡ്രൈവ് ആട്ടോ. എല്ലാം ലെഫ്റ്റ് ഹാൻഡ് ഡ്രൈവ് ആണ്. ക്രെറ്റയൊക്കെ ലെഫ്റ്റ് ഹാൻഡ് ഡ്രൈവ്. ഇതേതാണ് I10. ഇതേതാ ആക്സെൻ്റ് ആണെന്ന് തോന്നുന്നു കേട്ടോ. അങ്ങനെ കുറേ മോഡലിൽ വണ്ടികളുണ്ട്. എല്ലാം ലെഫ്റ്റ് ഹാൻഡ് ഡ്രൈവ് ആണ്. അങ്ങനെ ചോദിച്ചിട്ടാണ് കേട്ടോ വീഡിയോ എടുക്കണേ. ഇത് നോക്കിയിട്ട് വെച്ചേക്കണ ലൈന് സ്ട്രെയിറ്റ് ലൈനിലേക്കാണ് ഈ സാധനം വെച്ചേക്കണത്. ये गाड़ी ड्राइव करके इधर इधर रखेगा? नहीं हाँ लाइनिंग होता है ना बाद में। गाड़ी सब मिक्सचर आती है हाँ, और हर कंट्री का अलग अलग वो अपना कैसे इतनी स्ट्रेट लाइन से गाड़ी रखता है? अपना लाइनिंग होता है ना, वो अपना वो रस्सी जो होता है ना हाँ लगा के उसके बाद लाइनिंग होता है। ओ अच्छा, वही बताया ना कि हर कंट्री का अलग अलग वो हाँ। इधर किधर जाता है ये? सब फॉरेन कंट्री जाएगी ना, फॉरेन कंट्री वो लिखा हुआ है ना ऊपर, सब फॉरेन कंट्री। ओ देखेगा सऊदी सऊदी दमन, सऊदी दमाम का है, ये सऊदी जिहाद का है ठीक है। तो सब अलग अलग कंट्री का जाएगा। यूएई का है, यूएई 120 कंट्री में जाती है ना, इसका हर डिवाइड होता है अलग। वो वही है देखो ऐसी इतने स्ट्रीट में स्ट्रेट एकदम पूरा लाइनिंग लगा के उसके बाद ये होता है ना। ओ अच्छा, ये कैसे जाएगा अंदर? ऐसे जाएगा ड्राइव करके अंदर जाएगा? हाँ हाँ ड्राइव करके जाएगा। उसमें पार्किंग करने वाला वो ड्राइवर होता है सब, वो अपना पार्किंग करेगा उसके बाद हो जाएगी। अच्छा नाइस थैंक यू। ഇതൊക്കെ ഫ്രണ്ടിലത്തെ വണ്ടികൾ മാത്രമേ നിങ്ങൾ കാണുള്ളൂ. ബാക്കിലൊക്കെ ഒരുപാട് വണ്ടികൾ ഇങ്ങനെ ലൈനായിട്ടുണ്ട് കേട്ടോ. ഇത് കിയ ആണെന്ന് തോന്നുന്നു, കിയ കാരൻസ് ആണെന്ന് തോന്നുന്നു. കിയ സോണറ്റ് കിയന്നെയല്ലേ? ആ കിയന്നെയാണെന്ന് തോന്നുന്നു. ഇതിൻ്റെ ബാഡ്ജിങ് കാണുന്നില്ല. ഇത് നോക്കിക്കേ എത്ര പ്രോപ്പറായിട്ടാണ് അവർ കവർ ചെയ്തേക്കണമെന്ന് നോക്കിയേ. ഇന്ത്യയിലൊക്കെ കിട്ടുന്ന ഏത് വണ്ടിയാണ് ഉള്ളത് ഇങ്ങനെ? ഇമ്പോർട്ട് ചെയ്യുന്ന വണ്ടികളൊക്കെ ഇങ്ങനെയാണ്. ഇന്ത്യയിൽ ഇപ്പോൾ ഇമ്പോർട്ട് ചെയ്യുന്ന ടിഗ്വാനൊക്കെ ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ. പിന്നെ കുറച്ച് പ്രീമിയം ബ്രാൻഡ്സൊക്കെ ഇങ്ങനെയാണ് വരുന്നത്. പക്ഷേ ഇവിടുന്ന് മാനുഫാക്ചർ ചെയ്യുന്ന നമുക്ക് കിട്ടുന്ന വണ്ടികളുടെ ക്വാളിറ്റിയും ഇതും കാണുമ്പോൾ തന്നെ എൻ്റയർലി ഡിഫറെൻ്റ് ആണ് കേട്ടോ. നല്ല ഡിഫറൻസ് ഫീൽ ചെയ്യുന്നുണ്ട്. അത് ഇൻറ്റീരിയറിലുള്ള ക്വാളിറ്റി ആണെങ്കിലും ബാക്കി പുറമേയുള്ള ക്വാളിറ്റി ആണെങ്കിലും ഡിഫറൻസ് ഉണ്ട്. പിന്നെ ടയർ ഡിഫറെൻ്റ് ആണ് കേട്ടോ. ടയർ ഇന്ത്യയിൽ യൂസ് ചെയ്യുന്ന പോലത്തെ ടയറല്ല. ഞാൻ ബ്രാൻഡ് നോക്കിയില്ല, ടയറിൻ്റെ ഗ്രിപ്പ് മാത്രമേ നോക്കിയുള്ളൂ. ഇവിടെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ടോയ്ലറ്റ് ഉണ്ട്. കുറച്ച് ഇങ്ങോട്ടേക്ക് മാറി വന്നു ഞാൻ ക്യാൻറ്റീൻ്റെ സൈഡിലേക്ക്. ഇവിടെ കുഴപ്പമില്ല. അങ്ങനെ ടോയ്ലറ്റൊക്കെ യൂസ് ചെയ്തു, കുഴപ്പമില്ല. അത്യാവശ്യം നല്ല ടോയ്ലറ്റായിരുന്നു. ബക്കറ്റ് മാത്രമില്ല, നമ്മളെ സേഫ്റ്റി ഹെൽമെറ്റ് ഉണ്ടല്ലോ അതാണ് ബക്കറ്റ്. കപ്പുമില്ല. കപ്പിന് പകരം ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ബോട്ടിൽ പകുതിക്ക് വെച്ച് മുറിച്ചിട്ടുള്ള കപ്പാണ്. ഓക്കെ, ഇനിയിപ്പോൾ ഒന്നുമില്ല. ഇനി പോകണം, കിടന്നുറങ്ങണം. ഇവിടെയാണ് കപ്പൽ വന്ന് നിർത്തുക. അവിടെ ഒരു കപ്പൽ നിർത്തിയിട്ടുണ്ട്, അത് നേവലിൻ്റെ ആണെന്ന് തോന്നുന്നു. ഓക്കെ, ഇനി വേറൊന്നുമില്ല. ഇങ്ങനെ കാറ്റ് കൊണ്ട് കപ്പൽ സൈഡിൽ വന്ന് നിർത്തും. അതിൻ്റെ തൊട്ടിപ്പുറം വണ്ടി വെച്ചിട്ട് കിടന്നുറങ്ങാൻ പോവാണ്. നിങ്ങൾക്ക് ആർക്കും കിട്ടിയിട്ടുണ്ടോ ഇങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ്? കിട്ടിയിട്ടുണ്ടാവും, ഇല്ലെന്ന് ഞാൻ പറയണില്ല. എല്ലാവർക്കും ഒന്നും കിട്ടിക്കാണില്ല. ഈ ഒരു 2 ആഴ്ചയും കണ്ടാണ് ഞാനിപ്പോൾ വണ്ടി എടുക്കാൻ തുടങ്ങിയിട്ട്. എനിക്ക് കിട്ടണ എക്സ്പീരിയൻസ്, ഞാൻ കാണുന്ന ആൾക്കാർ, പോകണ സ്ഥലങ്ങൾ, ഓരോ എക്സ്പീരിയൻസും ഒരു രക്ഷയില്ലാത്തതാണ് കേട്ടോ. ഞാനിടക്ക് ആലോചിക്കും എന്താവശ്യത്തിനാണ് ഞാനിങ്ങനെ വന്ന് പെട്ടി കിടക്കണേ. വീട്ടിൽ നിന്ന് അന്നേരെ പറഞ്ഞിട്ടുണ്ടായിരുന്നു വേണ്ട, കഷ്ടപ്പാടാണ്, പോണ്ട എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒന്നും കേൾക്കാണ്ട് ഞാൻ വന്നിട്ട് ഞാനിങ്ങനെ എൻ്റെ സിറ്റുവേഷൻ ഇങ്ങനെ വിളിച്ചു പറയാറുണ്ട് വീട്ടിൽ. ഇങ്ങനെ പെട്ടി കിടക്കാണ്, ബാത്റൂമില്ല, ടോയ്ലറ്റ് ഇല്ല, പുറത്ത് പോകണം, ഫുഡ് കഴിക്കാനില്ല, അങ്ങനെയൊക്കെ പറയുന്ന സമയത്ത് അപ്പം തന്നെ
വീട്ടിൽ നിന്ന് പറയും നീ നിർത്തിയിട്ട് ഇങ്ങ് പോരും, എന്തിനാണ് അവിടെ നിന്ന് കഷ്ടപ്പെടുന്നതെന്നൊക്കെ പറയുമ്പോൾ. പക്ഷെ നമ്മളിത് ഓരോ കാര്യങ്ങളും സർവൈവ് ചെയ്ത് വരുമ്പോൾ സർവൈവ് ചെയ്യും കേട്ടോ. നമ്മൾ അങ്ങനെ ഒരു സിറ്റുവേഷനിൽ എത്തിപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തായാലും നമ്മൾ സർവൈവ് ചെയ്യും. ആ സർവൈവൽ എന്ന് പറയുന്നത് നമ്മൾ എന്നുള്ള മനുഷ്യനെ എന്തായാലും മുകളിലോട്ടേക്കായി കയറ്റത്തുള്ളൂ, താഴേക്ക് ഇറക്കത്തില്ല കേട്ടോ. അത് ഞാൻ പഠിച്ചൊരു കാര്യമാണ്. ഈ എക്സ്പീരിയൻസസ് ഇത് കൊണ്ടുപോയിട്ട് എനിക്കൊന്നും ചെയ്യാനൊന്നുമില്ല. ഈ എക്സ്പീരിയൻസും ഞാൻ കഷ്ടപ്പെടുന്ന കാര്യങ്ങളൊന്നും എനിക്ക് എവിടെ കൊണ്ടുപോകാനൊന്നുമില്ല. ബട്ട് ഞാൻ എന്നുള്ള മനുഷ്യനെ അതിങ്ങനെ മോൾഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഓരോ ദിവസം കൂടുന്തോറും ഓരോ കാര്യങ്ങൾ കാണുന്തോറും എന്നിൽ ഒരുപാട് ചേഞ്ചസ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളൊരു ഫീലാണ് എനിക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. സോ വേറൊന്നും പറയാനില്ല. ഞാൻ പറയണമൊക്കെ കറക്റ്റാണോ എന്നും അറിയില്ല. ഓരോരൊക്കെ അവരുടെ ജോലികൾ പ്രിയപ്പെട്ടായിരിക്കും, അവർ അതിൽ കംഫർട്ടബിൾ ആയിരിക്കും. അങ്ങനെ ഒട്ടും കംഫർട്ടബിൾ അല്ലാണ്ട് ആരും ഒരു ജോലിയും ചെയ്യാൻ പാടില്ല. നിങ്ങൾ പൂർണ്ണമായിട്ട് കംഫർട്ടബിൾ ആകുന്ന ഒരു കാര്യത്തിൽ നിങ്ങൾ ഫോക്കസ് ചെയ്യുക. അത് നിങ്ങളെ കൂടുതൽ ഹാപ്പി ആക്കുക. അതിൽ ചിലപ്പോൾ ആ ജോലിക്ക് ഒരുപാട് കഷ്ടപ്പാടുകൾ ഉണ്ടാവും, ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്ന ജോലിയായിരിക്കും. പക്ഷേ അത് നിങ്ങളെ ഒരിക്കലും തളർത്തത്തില്ല. ആ ജോലി ചെയ്യുമ്പോൾ എപ്പോഴും നിങ്ങൾ സന്തോഷം കണ്ടെത്തിക്കൊണ്ടിരിക്കും. ആ ജോലീൻ്റെ അകത്തുനിന്ന് സന്തോഷം കണ്ടെത്തിക്കൊണ്ടിരിക്കും. ഇവിടെ ഒരു വണ്ടി കാണുന്നുണ്ട്, നൈസ് വണ്ടി കേട്ടോ. ഇതേതാമോ ട്രക്ക്? ടയർ ഫ്ലാറ്റ് ടയറാണ്, 522. ലെഫ്റ്റ് ഹാൻഡ് ഡ്രൈവ് കേട്ടോ വണ്ടി. ഏതോ അമേരിക്കൻ ട്രക്ക് പോലെയുണ്ട്. അപ്പോൾ മാക്സിമം എല്ലാവരും ഇഷ്ടപ്പെട്ട ജോലി ചെയ്യുക. പറ്റുന്ന ആൾക്കാർ ഇപ്പം എല്ലാവരും വീഡിയോയിലൊക്കെ പറയുന്നതൊക്കെ നിങ്ങൾ സ്ഥലം ട്രാവൽ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ മാറ്റി മറിക്കുന്നൊക്കെ പറയുന്നതൊക്കെ. പക്ഷേ നിങ്ങൾക്ക് താല്പര്യമുള്ള കാര്യം ചെയ്യും. നിങ്ങൾക്ക് ട്രാവൽ ചെയ്യാനാണ് താല്പര്യമെങ്കിൽ ട്രാവൽ ചെയ്യും. പക്ഷേ ട്രാവൽ ചെയ്യുമ്പം ഇതുപോലത്തുള്ള ഒരുപാട് എക്സ്പീരിയൻസസ് കിട്ടും. മാക്സിമം പ്ലാൻ ചെയ്യാണ്ട് ട്രാവൽ ചെയ്യുക. ഒരു സ്ഥലത്ത് പോകണമെന്നുണ്ടെങ്കിൽ ആ സ്ഥലത്ത് പോവുക, പ്ലാൻ ചെയ്യാതിരിക്കുക. പ്ലാൻ ചെയ്യാണ്ട് പോകുന്നതിൽ ഒരുപാട് എക്സ്പീരിയൻസ് കൂടുതൽ കിട്ടും. നമ്മൾ അന്വേഷിച്ച് കണ്ടുപിടിച്ച് പോകേണ്ടി വരും. അപ്പോൾ ഒരുപാട് അറിവുകൾ നമുക്ക് കിട്ടും. ഓക്കെ, INS അൻവേഷ് എന്ന് പറയുന്ന വണ്ടിയാണ് പിറകിൽ കാണുന്നത് കേട്ടോ. ഇന്ത്യൻ നേവിയുടെ INS അൻവേഷ്, ഇന്ത്യൻ നേവിയുടെ വണ്ടി. ഓഫ് കോഴ്സ് നേരത്തെ ഞാൻ ആകെപ്പാടെ പെട്ടുമായിരുന്നു കേട്ടോ. ഒന്ന് ഹെൽത്ത് വയ്യാണ്ടായി, അത് കഴിഞ്ഞിട്ട് ആ U-ടേൺ അടിച്ച സീന് ആകെപ്പാടെ വേർത്ത് കുളിച്ച് വന്നവർ മുഴുവൻ തേറി പറയുക. പോലീസുകാരൻ ഡോറിൻ്റെ സ്റ്റെപ്പിൽ കയറിയിട്ട് നീ എവിടെ നോക്കിയാൽ വണ്ടി ഓടിക്കണമെന്ന് എനിക്കറിയില്ല, ഇവിടുന്ന് U-ടേൺ അടിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഒരേ തെറിയായിരുന്നു കേട്ടോ. ഞാൻ ആകെ പാനിക്കായി കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് നമ്മൾ പാനിക്കായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വരുന്ന തോട്ട്സ് എന്താണ്. ഈ ഡ്രൈവിംഗ് എന്ന് പറയുന്നത് അറിയാലോ, സഡൻ ക്വിക്ക് ആക്ഷനാണ്. പെട്ടെന്ന് ആക്ഷൻ വരണം. നമ്മളെ മൈൻഡിൽ ആ ഒരു ആക്ഷൻ വരണം എന്നുണ്ടെങ്കിൽ നമ്മൾ കൂളായിരിക്കണം. എങ്ങനെയുള്ള സിറ്റുവേഷനാണെങ്കിലും ഞാൻ ചെറുപ്പം മുതലേ ഡ്രൈവ് ചെയ്യും, കുഞ്ഞുനാൾ മുതലേ ഡ്രൈവ് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ ഞാൻ പഠിച്ചിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് പാനിക്കാകാണ്ടിരിക്കുക. ബട്ട് ഭയം വേണം കേട്ടോ. ഭയം ഇല്ലാണ്ടിരിക്കാൻ പാടില്ല. ഒട്ടും ഭയം ഇല്ലെങ്കിൽ അത് വല്ലാത്ത പ്രശ്നമാണ്. പാനിക്കാകാണ്ട് ഏതൊരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാലും നമ്മളെ കൊണ്ട് പറ്റും. ചിലപ്പം കുറച്ച് സമയം എടുക്കുമായിരിക്കും. ആ രീതിയിൽ തിങ്ക് ചെയ്തിട്ട് ഡ്രൈവ് ചെയ്ത് കഴിഞ്ഞാൽ അടിപൊളി കേട്ടോ. പേടിക്കാണ്ടിരിക്കുക. അപ്പോൾ എന്നെ എല്ലാവരും കൂടി കടന്ന് ആക്രമിക്കുമായിരുന്നു. ഒരു 10-15 പേര് കൂടി അവിടെ, ഒരു 100-100 വണ്ടി അവിടെ ബ്ലോക്കായി. ആകെപ്പാടെ എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. മുന്നോട്ട് എടുത്ത പോലെ പിറകോട്ട് എടുക്കാൻ പറ്റണില്ല. പിന്നെ അവർ പറയണത് ഞാൻ കേൾക്കണില്ല. അവർ അങ്ങോട്ട് ഓടിക്കുക ഇങ്ങോട്ട് ഓടിക്കുക എന്നൊക്കെ പറയണുണ്ടായിരുന്നു. ഞാൻ ലാസ്റ്റ് ഇറങ്ങി വന്ന് നോക്കി എങ്ങനെ പറ്റുമെന്നുള്ള. എന്നെ തെറി പറയുന്നവരോടൊക്കെ ഞാൻ പറഞ്ഞു, എനിക്ക് പറ്റിപ്പോയി, മിസ്റ്റേക്കായിപ്പോയി, ഇനി ഇതിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വരാനാണ് ഞാൻ നോക്കണം. അപ്പം നിങ്ങൾ തെറി പറയല്ലേ എന്ന് പറഞ്ഞു. അപ്പോഴാണ് എല്ലാവരും ഒന്ന് കൂളായത്. ഓക്കെ, ഞാൻ ആരെയും തട്ടുവോ മുട്ടുവോ ആരെയും കൊല്ലുവോ ഒന്നും ചെയ്തിട്ടില്ല. ഞാൻ എൻ്റെ വണ്ടി ഒന്ന് വളക്കാൻ നോക്കി, വളഞ്ഞില്ല. അത്രേ സംഭവിച്ചുള്ളൂ. സ്വാഭാവികമാണ്, ഇതൊക്കെ എല്ലായിടത്തും സംഭവിക്കും. ഞാൻ വിചാരിച്ചു ഫൈനൊക്കെ കിട്ടും കേട്ടോ. പോലീസുകാരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഞാൻ നോക്കി, ഇറങ്ങി ചെന്നിട്ട് നോക്കി എന്താണ് സിറ്റുവേഷൻ, എങ്ങനെ വളക്കാൻ പറ്റുക. എങ്ങനെയും വളക്കാൻ പറ്റില്ല. കയറിയ പോലെ ഈ സാധനം പുറകോട്ടേക്ക് വരത്തില്ല.
ഞാൻ കുറച്ചും കൂടി ലെഫ്റ്റ് കയറ്റുമ്പോഴത്തേക്ക് വണ്ടി എല്ലടിച്ച് എല്ലിനെക്കാട്ടിയും തിരിഞ്ഞ് ഈ ട്രെയിലർ ഇങ്ങനെ ചെരിയാൻ തുടങ്ങി. ഓവറായിട്ട് ചെരിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ഹുക്ക് ചെയ്യണ ഭാഗം പൊട്ടിപ്പോവും. ഫിഫ്ത്ത് വീലിൻ്റെ ഉള്ളിലേക്ക് ഹുക്ക് ചെയ്യണ ഭാഗം പൊട്ടിപ്പോവോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ സംഭവിക്കും. അതിൻ്റെ ഉള്ളിൽ നിന്നൊക്കെ സൗണ്ട് വരാനൊക്കെ തുടങ്ങിയായിരുന്നു. ഞാനപ്പോൾ അതിന് ശേഷം ഞാൻ പുറത്തിറങ്ങി വന്നതിന് ശേഷം നോക്കി, പിന്നെ എനിക്ക് കുറച്ചൊന്ന് ഐഡിയ ആയിട്ട് ഇങ്ങനെ കയറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത്രയും ഭാഗം കിട്ടും. എന്നിട്ട് കുറച്ച് മുന്നോട്ടെടുത്ത് ലെഫ്റ്റ് കൂട്ടി മുന്നോട്ടെടുത്ത് പിന്നെ ഫുള്ള് ബാക്കോട്ടും മുന്നോട്ടും അവിടെ തെറി പറഞ്ഞ ആൾക്കാർ തന്നെ എനിക്ക് ബാക്കോട്ടും മുന്നോട്ടും പോകാൻ വേണ്ടിയിട്ട് പറഞ്ഞു തരുന്നുണ്ടായിരുന്നു കേട്ടോ. ഈ ഗ്ലാസ്സിൽ മുഴുവൻ മഴ പെയ്തിട്ട് മുന്നേന്ന് പോകുന്ന വണ്ടിയുടെ ചളി തെറിച്ചിട്ട് ഈ സ്പെക്സ് യൂസ് ചെയ്യുന്നവർക്കുള്ള മെയിൻ പ്രശ്നമാണ്. ഇങ്ങനെ സ്പെക്സും പ്രശ്നമാണ്, മുന്നിലത്തെ ഗ്ലാസ്സിലും സ്ക്രാച്ചസും അങ്ങനത്തെ ഒക്കെ ഉണ്ടെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് രാത്രി വണ്ടി ഓടിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ആട്ടി ഒരു അരമണിക്കൂർ സമയം എടുത്തിട്ടാണ് ഞാൻ അവിടുന്ന് പുറത്തേക്ക് വന്നത്. പുറത്തേക്ക് വന്നിട്ട് എല്ലാവരും തെറി തന്നെ. പുറത്തേക്ക് വന്ന് ഞാൻ സൈഡാക്കി നിർത്തിയപ്പോഴും തെറി തന്നെ. ഞാൻ പറഞ്ഞു പറ്റിപ്പോയി, ഇനിയിപ്പോൾ ഇതിൻ്റെ അകത്ത് എന്തെങ്കിലും ചെയ്യാനുണ്ടോ എന്ന് ചോദിച്ചു. ഇല്ല എന്ന് പറഞ്ഞു. ഓക്കെ നീ പൊക്കോന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഓക്കെ ശരി താങ്ക് യു എന്ന് പറഞ്ഞിട്ട് ഞാൻ അവിടുന്ന് വിട്ടിട്ടു. അപ്പോൾ ഇതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം, അങ്ങനെയുള്ള സ്ഥലത്ത് നിന്ന് നമുക്ക് യൂ ടേൺ എടുക്കാൻ പറ്റത്തില്ല. ബൈ ദ ബൈ ഇതുവരെ എനിക്ക് യൂട്യൂബ് ചാനലിൻ്റെ പേര് കിട്ടിയിട്ടില്ല. എന്താ പേരിടാന്ന് ഇപ്പോഴും ഞാൻ തീരുമാനിച്ചിട്ടില്ല. പേരിടാത്തതുകൊണ്ട് തന്നെ ഞാൻ യൂട്യൂബ് ചാനൽ ക്രിയേറ്റ് ചെയ്തിട്ടില്ല. ഞാൻ എൻ്റെ അത്രയ്ക്ക് ഇൻറ്റിമേറ്റ് ആയിട്ടുള്ള 2-3 ഫ്രണ്ട്സിനോട് പറഞ്ഞിട്ടുണ്ട് എനിക്കൊരു പേര് സജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഞാനും ശ്രമിക്കുന്നുണ്ട്. എനിക്കൊരു വെറൈറ്റി ആയിട്ടുള്ള യുണീക്ക് ആയിട്ടുള്ള ഒരു പേര് കിട്ടിയിട്ടില്ല. ആരെങ്കിലും ഹെൽപ്പ് ചെയ്യായിരിക്കും. അപ്പോൾ എന്നാൽ പിന്നെ ഉറങ്ങാം. ഞാൻ കുറേ സമയം ഇവിടെ ഇങ്ങനെ നോക്കിയിരുന്നു കേട്ടോ. ഇത് വല്ലാത്തൊരു സംഭവം തന്നെയാണ്. ഞാൻ ആദ്യമായിട്ട് പോർട്ടിൽ പോകുന്നതുകൊണ്ടോന്ന് അറിയില്ല, വല്ലാത്തൊരു എക്സ്പീരിയൻസ്. നല്ല കാറ്റ് വരുന്നുണ്ട്, ഒരുപാട് വെറൈറ്റി ഓഫ് ലൈറ്റ്സ്, വല്ലാത്തൊരു എക്സ്പീരിയൻസ് കേട്ടോ. അങ്ങനെ ഈ എക്സ്പീരിയൻസും കൊണ്ട് ഈ വെള്ളത്തിൻ്റെ സൈഡിൽ ഞാനിങ്ങനെ എൻ്റെ വണ്ടിക്കകത്ത് കിടന്നുറങ്ങാൻ പോവാണ്. എനിക്കറിയാം ഇന്ന് എന്തായാലും നല്ലൊരു ഉറക്കമായിരിക്കും കേട്ടോ എനിക്ക്. കാരണം ഇന്ന് കുറേ ബെറ്റർ എക്സ്പീരിയൻസസ് ഉണ്ടായിട്ടുണ്ടായിരുന്നെങ്കിലും ഇപ്പം നമ്മൾ എത്തിയിരിക്കണ ഈ സ്ഥലമില്ല, അത് വല്ലാത്തൊരു ഫീൽ ചെയ്യുന്നൊരു സ്ഥലം കേട്ടോ. ഒരുപാട് ഓർമ്മകളും പഴയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ആലോചിച്ച് ശാന്തമായിട്ടിരിക്കാൻ പറ്റിയ ഒരു അടിപൊളി സ്ഥലം. പകലാകുമ്പോൾ ഇവിടെ ആൾക്കാരും ആരോഗ്യങ്ങളൊക്കെ ആയിരിക്കും, നൈറ്റ് ഭയങ്കര ഫ്രീ ആട്ടോ, പീസ് ഓഫ് മൈൻഡാണ്. എന്നാൽ ശരി, എന്നാൽ